2024 ജനുവരി 22 അയോധ്യയിൽ ശ്രീരാമദേവൻ വീണ്ടും അവതരിക്കുന്ന സുദിനം. സംവത്സരങ്ങളായുള്ള കാത്തിരിപ്പുകൾക്ക് വിരാമം. ശ്രീരാമ ഭഗവാന്റെ ചൈതന്യം ഭാരതമെമ്പാടും നിറയുന്ന മുഹൂർത്തം. സനാതനധർമ്മത്തിൽ വിശ്വസിക്കുന്ന ഏവരും ശ്രീരാമദേവനെ മനസ്സാ സ്മരിച്ച് നാവിൻ തുമ്പിൽ ശ്രീരാമനാമത്തിൻ്റെ മധുരം നുണഞ്ഞ് സായുജ്യമടയുന്ന നിമിഷം. 2024 ജനുവരി 22 പകൽ 12:20 ശ്രീരാമദേവന്റെ ശിലാവിഗ്രഹത്തിന് പ്രാണൻ പകർന്നു നൽകുമ്പോൾ ഓരോ വിശ്വാസിയുടെയും ഹൃദയം ആനന്ദത്താൽ നിറഞ്ഞു തുളുമ്പുമെന്നുറപ്പ്. ഹൈന്ദവ ഭവനങ്ങളിൽ എക്കാലവും ഉയർന്നുകേട്ട സന്ധ്യാനാമങ്ങളാണ് ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ എന്ന ഷോഡശ മഹാമന്ത്രവും രാമ 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 പാഹിമം രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമാം എന്നതും. അതെ, ആ ഭഗവാന്റെ പാദസ്പർശത്താൽ പുണ്യമായ അയോധ്യയിലെത്തി രാംലല്ലയുടെ പാദങ്ങളിൽ ആത്മസമർപ്പണം നടത്താൻ കാത്തിരിക്കുകയാണ് ഓരോ ഭാരതീയരും എന്നതിൽ സംശയമില്ല. സരയൂ തീരത്തെ അയോധ്യ ഇപ്പോൾ പതിവിലും സുന്ദരിയാണ്. കാലങ്ങൾക്ക് മുമ്പ് നഷ്ടമായ സ്വത്വം അവളെ തേടി വീണ്ടും എത്തുന്നു. അവൾക്ക് ഏറെ പ്രിയമുള്ള രാംലല്ലയുടെ പട്ടാഭിഷേകത്തിന് ഭാരതമെമ്പാടും ഒരുങ്ങിക്കഴിഞ്ഞു. ആഘോഷമാണ് എല്ലായിടത്തും. ഭഗവാൻ ശ്രീരാമചന്ദ്രനായി അയോധ്യ ഒരുങ്ങിയിരിക്കുന്നത് ലോകത്തെ തന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ്. പൗരാണിക പ്രൗഢി വിളിച്ചോതുന്ന നാഗര വാസ്തുകലാ ശൈലി പ്രകാരമാണ് ക്ഷേത്രമന്ദിരം നിർമ്മിച്ചിരിക്കുന്നത്. കിഴക്ക് പടിഞ്ഞാറൻ ദിശയിൽ 360 അടിയാണ് നീളം. ഉയരം 161 അടിയും വീതി 235 അടിയുമാണ്. 3 നിലകളുണ്ട്. 2.7 ഏക്കറിലായി പരന്നു കിടക്കുന്നതാണ് ഈ ക്ഷേത്ര സമുച്ചയം. ഓരോ നിലയുടെയും ഉയരം 20 അടി. 360 തൂണുകളും 44 വാതിലുകളുമുണ്ട്. മൈസൂർ സ്വദേശി അരുൺ യോഗിരാജാണ് രാംലല്ലയുടെ ശില്പി. കേവലം 5 വയസ്സുള്ള ബാലകനെ രാംലല്ലയെയാണ് അയോധ്യയിൽ ആരാധിക്കുക. ഈ ശിലാവിഗ്രഹത്തിലേക്ക് പ്രാണനെ സന്നിവേശിപ്പിക്കുന്ന താന്ത്രിക കർമ്മമാണ് പ്രാണപ്രതിഷ്ഠ. കേവലം 84 സെക്കൻഡുകൾക്കുള്ളിലായിരിക്കും പ്രാണപ്രതിഷ്ഠ. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയായിരിക്കും മുഖ്യ യജമാനൻ. ക്ഷേത്രത്തിന്റെ അടിത്തറയിൽ ഝാൻസി, ബിത്തൂരി, ഹൽദിഘട്ടി, യമുനോത്രി, ചിത്തോർഗഡ്, സുവർണക്ഷേത്രം തുടങ്ങിയ 2587 പ്രദേശങ്ങളിൽ നിന്നുള്ള മണ്ണാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇരുമ്പും ഉരുക്കും ഉപയോഗിച്ചിട്ടില്ല എന്നതാണ് മറ്റൊരു സവിശേഷത. കല്ലുകളിലാണ് ക്ഷേത്രം പൂർണ്ണമായും പണി കഴിപ്പിച്ചിരിക്കുന്നത്. ക്ഷേത്ര നിർമ്മാണത്തിന് ഉപയോഗിച്ചിരിക്കുന്ന ഇഷ്ടികകളിൽ ശ്രീറാം എന്നും എഴുതിയിട്ടുണ്ട്. 3 നിലകളിൽ താഴത്തെ നിലയിൽ ശ്രീരാമദേവന്റെ ജീവിതം പൂർണ്ണമായും ചിത്രീകരിക്കുന്നു. 1ാമത്തെ നിലയിലാണ് ഭഗവാന്റെ ദർബാർ. രാജസ്ഥാനിലെ ഭരത്പൂരിൽ നിന്നുള്ള പിങ്ക് സാൻഡ് സ്റ്റോൺ ഉപയോഗിച്ചാണ് ദർബാർ പണി കഴിപ്പിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ നിരവധി പ്രത്യേകതകളാണ് അയോധ്യയിലെ രാമക്ഷേത്രത്തിലെത്തുന്ന തീർത്ഥാടകരെ കാത്തിരിക്കുന്നത്.